നമസ്കാരം എല്ലാ കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് നിങ്ങൾക്ക് ഒരു ഓണ സമ്മാനവുമായിട്ട് രണ്ട് അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ അതിഥികളുടെ വീട്ടിലാണ്. നമ്മുടെ 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കറും കോട്ടയത്തിന്റെ ആരാധനായിട്ടുള്ള MLA-യുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഏറ്റവും സ്നേഹം നിറഞ്ഞ ലളിതാംബിക രാധാകൃഷ്ണനും. നമസ്കാരം സർ. നമസ്കാരം ആന്റി. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ആന്റി. ഒത്തിരി സന്തോഷം. കോട്ടയത്തിന്റെ മണ്ണിലേക്ക് എത്തി. കോട്ടയം അക്ഷരനഗരിയാണ്. ഇവിടെ എത്തുമ്പോൾ സാറിനോട് ആദ്യം ചോദിക്കാനുള്ളത്, എപ്പോഴും ഒരാളുടെ പേരിന്റെ കൂടെ സ്ഥലം ചേർക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. തിരുവഞ്ചൂർ, ഒരു നാടിന്റെ പേര് തന്നെ സാറിനോടൊപ്പം ചേർത്തു. അപ്പൊ സാറിന്റെ നാട്ടിൽ നിന്ന്, സാറിന്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ അങ്ങ് തുടങ്ങാം ചോദിച്ച്. ഓണത്തിന്റെ എല്ലാം ഓണം മാത്രമേ ബന്ധമുള്ളൂ സാർ, അതുമായിട്ട് ബന്ധം മാത്രമേ ഉള്ളൂ. KP പരമേശ്വരൻപിള്ള സാറിന്റെയും ഗൗരിക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ജനനം. കുഞ്ഞുനാള് ഈ ഓണം എന്ന് ഓർക്കുമ്പോൾ മഹാബലി തമ്പുരാനെ ഓർമ്മ വരും, പിന്നെ കുഞ്ഞുങ്ങളെ ഓർമ്മ വരുന്നത്. അപ്പം കുട്ടിക്കാലത്തെ സാറിന്റെ ഒരു ഓർമ്മ ഏതെങ്കിലും ഉണ്ടോ ഓണത്തെ പറ്റിയുള്ള, അച്ഛനോടും അമ്മയോടും? ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഓണക്കാലാകുമ്പോൾ എല്ലാം അവധിയല്ലേ, അപ്പം കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും. ഞങ്ങളുടെ വീടിനോട് തൊട്ട് ചേർന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു സ്ഥലത്തിൽ പെട്ടതാണ്. എല്ലാവരും കളിക്കാൻ ഇവിടെയാണ് കൂടുന്നത്. കാരണം ഈ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ. പന്ത് കളിക്കാം, കിളി കളിക്കാം എന്ന് വേണ്ട, ഓണമായിട്ട് അനുബന്ധപ്പെട്ട ഒട്ടനവധി കളികൾക്കുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാവരും നേരെ ഇവിടെ വരും. രാവിലെ ഒരു 8 മണി 8:30 മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നേരെ ഇങ്ങോട്ട് വരും. ചിലപ്പോൾ അന്ന് ക്രിക്കറ്റ് അത്ര വലിയ പ്രാബല്യത്തിലില്ല, പക്ഷെ ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഫുട്ബോൾ ഉണ്ടാകും, നാടൻ പന്ത് കളി ഉണ്ടാകും, കിളിത്തട്ട് കളിക്കും. അങ്ങനെ ഒട്ടനവധി കളികളുടെ ഒരു കേന്ദ്രമായിരുന്നു അത്. ഞങ്ങളുടെ തന്നെ ഒരു പ്രോപ്പർട്ടി, വീടിൻ്റെ തൊട്ട് കിടന്ന ഇങ്ങനെ വിസ്തൃതമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഓണം വരുന്നു എന്ന് പറയുമ്പോൾ ഇവരും കൂടെ വരുന്നു എന്നാണ്. ഓണത്തുമ്പി പോലെ കൂട്ടുകാരെല്ലാം കൂടെ വരിക. അപ്പം ഞങ്ങളൊരു ആഹ്ലാദമായിട്ട് ഇങ്ങനെ കഴിയും, ഒരുമിച്ച് കൂടും. അമ്മയും അച്ഛനെയും ഒക്കെ ആ ഒരു സ്നേഹം അല്ലേ സാർ? ഓണം എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ ഒരു സ്നേഹം കൂടിയാണല്ലോ അല്ലേ? സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹമാണ്, വലിയ സ്നേഹമാണ്. പക്ഷേ അവർ നമുക്കൊരു പേടിയുണ്ട്. നമ്മൾ ഈ കൂട്ടുകാരെല്ലാം കൂടി ഇരുന്ന് ഉറക്ക വർത്തമാനം പറയുമ്പോൾ അച്ഛനിങ്ങനെ പോയി ഒരു നോട്ടമൊക്കെ നോക്കുമ്പോഴേക്കും ഞാൻ മാത്രമല്ല പേടിക്കുന്നത്, കൂടെയുള്ളവരും പേടിക്കും. അപ്പോൾ അങ്ങനെ എന്നാൽ അവർക്ക് ഞങ്ങളെ അങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളത് കൊണ്ടല്ല, ഒരു നിയന്ത്രണ വിധേയമായി പോകണമെന്നുള്ള ആഗ്രഹം ആയിരിക്കും. ഒരു രക്ഷകർത്താവിൻ്റെ തിങ്കിങ്ങും ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ തിങ്കിങ്ങും തമ്മിലൊരു വ്യത്യാസം വരും. ആ വ്യത്യാസം ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അച്ഛൻ, അമ്മ, 3 മക്കള്, ഡോക്ടർ അനുപം, ആതിര ചേച്ചി, അർജുൻ ചേട്ടൻ, ഇങ്ങനെ 3 പേരാണ്. ആന്റിയിലേക്ക് വരുമ്പം ഈ പറഞ്ഞ കാർക്കശ്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേഷ്യവും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണോ ഈ അച്ഛൻ, അതോ വളരെ സിമ്പിൾ ആണോ? ഒട്ടുമല്ല. അവരോട് കാർക്കശ്യം കാണിക്കുന്നത് ഞാനാണ്, അച്ഛനല്ല. അല്ല, പലപ്പോഴും സാറിന് കിട്ടാറില്ലായിരിക്കും അല്ലേ? ഒരുമിച്ച് കുടുംബത്തോട് എപ്പോഴും ആന്റിക്ക് പരാതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. കാര്യം ഓരോ ആഘോഷവേളകളിലൊന്നും ചിലപ്പോ സാറിനെ കിട്ടിയിട്ടുണ്ടാവും. ഉണ്ടാവും, എല്ലാ ഓണത്തിനും ഒരു നല്ലൊരു മെമ്മറി അങ്ങനെ എന്തെങ്കിലും ആന്റിയും സാറും? എല്ലാ ഓണത്തിനും പിള്ളേര് 2 പേര് അവര് കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടാറില്ല. അല്ലാത്തപ്പോ എപ്പോഴും ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയ മുതൽ ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നി തിരുവഞ്ചൂര് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോവും ഓണത്തിന്റെ അന്ന്. ഇവിടെ വീട് 91 ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ എല്ലാ ഓണവും ഞങ്ങൾ ഇവിടെ തന്നെ. 91 വലിയ പ്രത്യേകതയുള്ള സമയമല്ലേ സാറേ? സാറ് എനിക്ക് 35-ാം വർഷമാണ് എനിക്കിത് മോസ്റ്റ് സക്സസ്ഫുൾ MLA എന്ന് ഞാൻ പറയുമ്പോൾ ആദ്യം വരുന്ന കണക്ക് സാറിനെയാണ്. 91 ജയിച്ചു. ആ ജയം ജനങ്ങൾ വീണ്ടും സാറിന് 2026 വരെ എത്തിച്ചു. അപ്പൊ 91 ഈ വീടും കിട്ടിയെന്നുള്ളത് വേറൊരു. ഞങ്ങള് 89 പണി തുടങ്ങി, പക്ഷെ അന്നേരം ഇലക്ഷൻ വന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ 91 ആക്കി. 90 മാറാനിരുന്നതാ. അപ്പൊ ഇലക്ഷൻ വന്നു, പിന്നെ അടൂര് പോയി. അപ്പം കുറച്ച് ഡിലേ വന്നു. അങ്ങനെ അടൂരുകാര് 20 വർഷം സ്നേഹിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 15 വർഷമായിട്ട് കോട്ടയംകാർ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഈ ഞാൻ സാറിന്റെ അനുവാദത്തോടു കൂടി ചോദിക്കുകയാണെ, നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാ? ഞാൻ ലോ കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. സാർ, ഒരു പ്രണയ വിവാഹമായിരുന്നു? എല്ലാം വളരെ അറേഞ്ച്ഡ് മാരേജ്. അത് കഴിഞ്ഞ് അറേഞ്ച്ഡ് തന്നെ ആയിരുന്നു ആക്ച്വലി. പരസ്പരം ഞങ്ങൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? എങ്ങനെയായിരുന്നു സാർ? ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണോ അന്നും?
എപ്പോഴും സോഫ്റ്റ് ആയിരുന്നു. എപ്പോഴും സോഫ്റ്റ് ആണ്, ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല. ദേഷ്യം പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ചില സമയത്തൊക്കെ. ആയിട്ടുണ്ടോ? അല്ല, പൊതുവേ സോഫ്റ്റാ. കുറച്ച് ദേഷ്യപ്പെടുന്നത് ഞാനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ആന്റിക്ക് കണ്ട എന്നുവെച്ചാൽ സാറിൽ കണ്ട ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് എല്ലാവരും പറഞ്ഞ് എനിക്ക് അറിയാം ഇങ്ങനെ പുള്ളിയെ കുറിച്ച് വളരെ സിമ്പിളാണ്, വളരെ പിന്നെ ഭാവിയുള്ള ഒരാളാണെന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. KC പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത്. നമുക്കൊരു ഒരു അപ്രീസിയേഷൻ തോന്നി. ഒരു പൊളിറ്റീഷ്യനെ ജീവിത പങ്കാളിയാക്കണമെന്ന് ആന്റി വിചാരിച്ചിരുന്നോ? നേരത്തെ ഒട്ടും വിചാരിച്ചിരുന്നില്ല. ഇല്ല. പക്ഷെ അത് ഇപ്പം അതിനുശേഷം പിന്നീട് അതിനോട് അങ്ങ് മെർജായി. സാറിന്റെ MLA ആയി, മന്ത്രി എന്ന് പറയുമ്പം വനം, വിജിലൻസ്, ആഭ്യന്തരം, പരിസ്ഥിതി തുടങ്ങിയ എല്ലാ മേഖലയും ഇപ്പൊ സാറിനോടാണ് ഈ മന്ത്രി പദവിയിൽ നിന്നും വ്യത്യസ്തമായി സ്പീക്കർ പദവിയിലേക്ക്. ശരിക്കും മഹാബലി തമ്പുരാന്റെ കാലഘട്ടം നീതി നിർവഹണത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. സാർ ഇപ്പോൾ താമസിക്കുന്ന സാറിന്റെ ഹൗസ് നീതി ഹൗസ് എന്നാ പേര്. ശരിക്കും നീതി അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സാറിന് ഈ സ്പീക്കർ പദവിയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന സാറിന്റെ ഒരു ഒന്ന്, നമ്മൾ ഒരു എൻവയറമെൻ്റ് അല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. സ്പീക്കർ പദവി എന്ന് പറയുന്നത് എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും മതിപ്പുള്ള ഒരു സ്ഥാനമാണ്. മാത്രമല്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഹെഡുമാണ്. അത് ജുഡീഷ്യറിയിലെ പോലെ മന്ത്രിസഭ പോലെ ഇവിടെ സ്പീക്കർഷിപ്പ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിൻ്റെ ഹെഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സഹപ്രവർത്തകരുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ അനുഭവങ്ങളെ എനിക്ക് ആ അനുഭവം വളരെ ഇഷ്ടമാണ്. കാരണം എൻ്റെ ഒരു സ്വഭാവത്തിന് വഴക്ക് ഉണ്ടാക്കി പോകുന്നതല്ല. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുറേ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് മാനസികമായി ഒരു പദം വന്ന ഒരാളായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൽ പറ്റിയ സ്ഥാനമാണ് ഈ സ്പീക്കർഷിപ്പ്. അല്ല, സാറിന് അവിടെ ഉറപ്പായിട്ടും ഒരു ഭരണപക്ഷം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കണമല്ലോ. അപ്പം ഇവരെ എല്ലാം എന്ന് വെച്ചാൽ ടോട്ടലി അവിടെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ നിയമങ്ങളെ അനുശാസിക്കുന്ന രീതി വേണമല്ലോ സ്പീക്കർ മുൻപോട്ട് പോകാൻ. സാർ അങ്ങനെ തോന്നുമ്പോൾ ആദ്യമായിട്ട് 91 നിയമസഭയിൽ എത്തിയപ്പം സാറിന്റെ ആ സമയത്ത് സാർ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഒരു സ്പീക്കറായിട്ട് ഇരിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് സാർ? ആ സ്ഥാനത്തെക്കുറിച്ച് എല്ലാവർക്കും വലിയ മതിപ്പല്ലേ. കാരണം സ്പീക്കർഷിപ്പിലിരിക്കുന്ന ആൾ ആ അസംബ്ലി ഹാളിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ആ ഉയർന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് അനീതി കാണിക്കാൻ പറ്റത്തില്ല. ചലനമുണ്ടായാൽ നമുക്ക് അന്നേരം മനസ്സിലാവും. എല്ലാം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വ്യക്തിയാണ്. സ്പീക്കർഷിപ്പ് പോലും ഒരു പക്ഷപാതിയായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സംസ്ഥാനത്തെ നിഷ്പക്ഷമതിയായിട്ട് വരിക. നമ്മൾ നീതിപൂർവ്വം പോവുക, നിഷ്പക്ഷതയോടുകൂടി പോവുക. നമ്മളുടെ സത്യപ്രതിജ്ഞ വാചകത്തിൽ പോലും പറയുന്നുണ്ട്, ഭീതിയോ പ്രീതിയോ കൂടാതെ ഞാൻ കാര്യനിർവഹണം നടത്തിക്കൊള്ളാമെന്ന്. ആ ഭീതിയും പ്രീതിയും ഇല്ലാതെ പോയാൽ മതി, നമുക്കത് ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റും. അതാണ് സത്യം പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഒരു പവർ ബാലൻസ്. ഇവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നീതിനിഷ്ഠമായ ഒരു കാര്യം നടക്കും എന്ന് സഭയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പീക്കർ ആരായിരുന്നു? സാറിന്റെ MLA കാലഘട്ടത്തിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സാറിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യനായിട്ട് തോന്നിയ സ്പീക്കർ ആര്? ഓരോരുത്തരും ഓരോ കാലത്തുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ശ്രീ വക്കപുരുഷോത്തമൻ, അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. കുറച്ച് ഓവർ സ്ട്രിക്റ്റ് ആണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സ്ട്രിക്റ്റായിരുന്നു. ശ്രീ VM സുധീരൻ ഏത് കാര്യത്തിലൊരു പ്രിൻസിപ്പിൾഡായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ആ കാര്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു കൺവിക്ഷനുണ്ട്. ലീഗൽ സപ്പോർട്ടോടുകൂടി കാര്യങ്ങൾ കാണുന്ന ശ്രീ വർക്കൽ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്. സോബറായി ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യുന്ന നമ്മളെ തേറമ്പൽ രാമകൃഷ്ണൻ, അദ്ദേഹം ഒരു സോബറാണ്, ഏത് കാര്യവും സോബറായിട്ട് കൈകാര്യം ചെയ്യും. അങ്ങനെ പലരും പല രൂപത്തിലായിട്ട് നിൽക്കുന്നവരാണ്. അതിനകത്ത് എല്ലാവരെയും നമുക്ക് ഒരൊറ്റ രൂപത്തിൽ ഒരു സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുകയില്ല. അവരവരുടേതായ രംഗത്ത് നല്ല പരിണിതപ്രജ്ഞരായിട്ട് നിൽക്കുന്ന അതിപ്രഗത്ഭമതികളാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ ജില്ലയിൽ നിന്നുള്ള 2 ആളുകൾ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളുകളാണ്. RV തോമസ് സാറ് പാലായിൽ നിന്നാണ്. അദ്ദേഹം നിഷ്പക്ഷമതിയാണ്, ഹൈലി ഡീസൻ്റ് ആയിരുന്നു. ശ്രീ AJ ജോൺ
സത്യസന്ധനായിരുന്നു. ഒരിക്കലും നീതി നിഷ്ഠമിട്ട് അദ്ദേഹം പെരുമാറുകയില്ല. അപ്പം എനിക്ക് മുമ്പുള്ള 2 മുൻഗാമികൾ ഈ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ, RV തോമസ് സാറും AJ ജോൺ സാറും, എനിക്കവരെ വളരെ മനസ്സിനകത്ത് ആരാധനയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരിൽ ജനിച്ച ഒരു മണ്ണിൽ ഞാനൊരു വഴിവിട്ട മാർഗത്തിലൂടെ പോകുന്നത് ശരിയല്ല, നീതിരഹിതമായ ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ല. പൊളിറ്റിക്സിനകത്ത് ഒരു ഇഷ്യൂ വരുന്ന ഫോർ ദ ടൈം ബീയിങ്ങാണ്, ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എടുക്കുന്ന നിഷ്പക്ഷമല്ലാത്തൊരു നിലപാടുണ്ടെങ്കിൽ നമ്മളുടെ മരണം വരെ നമ്മളെ വേട്ടയാടും. അപ്പോൾ കഴിയുന്നത്ര നീതിയോടുകൂടി പോവുക. ഇപ്പോൾ നമ്മൾ ജുഡീഷ്യറിയുടെ ഒരു ചിഹ്നം കെട്ടിയിട്ടില്ലേ, ഒരു പെൺകുട്ടി കയ്യിൽ ത്രാസ് പിടിച്ചിരിക്കുകയാണ്, കണ്ണ് കെട്ടിയിരിക്കുകയാണ്, ഒരു വാള് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ നീതിക്ക് വേണ്ടി അവർ നിൽക്കുകയെന്നാണ്. സത്യമേവ ജയതേ, അതല്ലേ നമ്മളുടെ നീതിനിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിഷ്പക്ഷമായി ഈ 3 ഉദാഹരണങ്ങൾ അതാണ്. ആ കാര്യത്തിൽ ഭംഗിയായി നിറവേറ്റണം. ആർക്കും അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ മാർഗദർശി എന്ന് പറയുന്നത് ഈ നീതിനിഷ്ഠയായിരിക്കണം. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പേരും നീതി എന്ന് തന്നെയാണ്. നീതി വീട്ടിൽ താമസിച്ചുകൊണ്ടൊരു അനീതി കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആ നീതിയോടുകൂടി തന്നെ പോവുക. തീർച്ചയായും അതിൻ്റെ റിയാക്ഷൻ ഉണ്ട്. അതിൻ്റെ റിയാക്ഷൻ ആളുകൾക്ക് നമ്മളുടെ ഒരു മതിപ്പേ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വന്നിട്ടുണ്ടാകും, എന്നാൽ നീതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആത്യന്തികമായി ഒരു മതിപ്പേ ഉണ്ടാവും. ആൻറ്റി, MLA, മന്ത്രി, സ്പീക്കർ, ഈ 3 സ്ഥാനത്തിരിക്കുമ്പോഴുള്ള സാറിൻ്റെ വ്യത്യാസം, സാർ എന്തെങ്കിലും തരത്തിൽ സാറിൻ്റെ രീതിയിൽ സാർ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആ തുടരുന്നു ജനങ്ങളുള്ള പെരുമാറ്റം അപ്പോഴും എപ്പോഴും ഒരുപോലെ തന്നെ. ഏറ്റവും കൂടുതൽ ആന്റിക്ക് ഏതായിരിക്കും കൂടുതൽ ഇഷ്ടം? എപ്പോഴും അടുത്ത് കിട്ടാൻ MLA ഒരിക്കലും അടുത്ത് കിട്ടാറില്ല. സാർ ആ പരാതി ഉണ്ട്. അതെ, ഏത് ഭാര്യയ്ക്ക് ആ പരാതി? പൊതുപ്രവർത്തകരാ ഈ നമ്മൾ ഏറ്റവും ഉന്നതരായ ആളുകൾ തൊട്ട് ഏറ്റവും താഴത്തെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ അവരുടെ ഇവിടെ സഹധർമ്മിണിക്ക് സ്വാഭാവികമായിട്ടും ഭർത്താവിനെ മുഴുവൻ കിട്ടുന്നില്ലെന്നും എല്ലാം കാണുന്നില്ലെന്നും ഒക്കെ പരാതി പറയും. പിന്നെ അവരുടെ പരാതി നമ്മളോടല്ലാതെ വേറെ ആരോട് പറയാം? അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ കണ്ടാൽ മതി. അവർക്ക് പരാതി ഉണ്ടാകും, അത് ആരോടെ പറയാം? നമ്മളുടെ അവർ ഫസ്റ്റ് പറയേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തിയതും കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ട് മുഴുവൻ ക്രെഡിറ്റ് അപ്പം ആന്റിക്ക് കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ് കറക്റ്റാണ്. ശരിക്കും ലോ പഠിച്ച ഒരാള് അത് എൻറോൾ ചെയ്തിരുന്നു ആന്റി? ഇല്ല. എന്നിട്ട് പക്ഷേ ബാങ്കിലാണ് വർക്ക് ചെയ്തത് അല്ലേ? നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ നെടുങ്ങാടി ബാങ്കിലാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ PNB ആയിട്ട് മെർജ് ചെയ്തു. ആ കൂട്ടത്തിൽ അത് കോട്ടയത്ത് തന്നെയായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറിനോട്? ഇപ്പൊ മഹാബലി തമ്പുരാനെങ്കിൽ വരിക, ഇപ്പൊ ഞാനതങ്ങ് വിചാരിച്ചോ, ഓരോരുത്തരും 2 പേരോട് ഓരോ ആഗ്രഹം പറയാം, നിങ്ങൾ ഈ ആഗ്രഹം നിങ്ങൾക്ക് ഇത് സാധിച്ചു തരും. അത് സാറിന്റെ പേഴ്സണൽ ജീവിതമാവാം, രാഷ്ട്രീയ ജീവിതമാവാം. സാറിനോട് ഒരു ആഗ്രഹം പറയുന്നു, ആന്റിയോട് ഒരു ആഗ്രഹം പറയുന്നു. അത് ഈ സാറുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറൊരു ആഗ്രഹം പറയരുത്. ഓരോ ആഗ്രഹങ്ങൾ 2 പേരോടും പറഞ്ഞു. എന്തായിരിക്കും സാറിന് മനസ്സിലുള്ള ഒരു ആഗ്രഹം? ആഗ്രഹമല്ല, ഞാൻ സാധാരണ രാവിലെ ഒരു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, ഇന്ന് ആരോടും ഒരു വഴക്കുണ്ടാകരുതേ, എൻ്റെ നാക്കൊരിക്കലും അറിയാതെ പോലും തെറ്റിപ്പോകരുതേ, എനിക്ക് ആ കാര്യത്തിനകത്ത് എല്ലാ വിധത്തിലുള്ള ഒരു അനുഗ്രഹവും കിട്ടണം എന്നുള്ള മോഹമുള്ള ഒരാളാണ് ഞാൻ. എന്നാലും തെറ്റാറില്ലെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്താ? ആരുമായിട്ട് ഒരു വഴക്കിന് പോകരുത്. ഇന്നത്തെ ദിവസം എല്ലാവരോടും നന്നായി പോകാനായിട്ട് സഹായിക്കണം. ദൈവത്തോട് പോലുള്ള എൻ്റെ പ്രാർത്ഥന അതാണ്. ആന്റിയുടെ ആഗ്രഹം ഞാനത് വിചാരിച്ചു, ഞാൻ ചോദിക്കും എന്റെ ആഗ്രഹം വേണോ എന്താ? പ്രത്യേകിച്ച് ഇങ്ങനെ പോണം അടുത്ത ജന്മത്തിലും സാറിനെ തന്നെ പറയണോ? അതാട്ടോ, അതായിരിക്കും. അത് ഞാനങ്ങ് പറയിപ്പിക്കുക. സാർ, ഈ മഹാബലി തമ്പൻ നമ്മളെപ്പോഴും പറയും സമ്പൽ സമൃദ്ധിയുള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കള്ളമില്ല, ചതിവില്ല, സാർ ഈ പറയുന്ന ദേഷ്യവും വിദ്വേഷങ്ങളോ ഒന്നുമില്ല. ശരിക്കും മഹാബലി തമ്പൻ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പക്ഷെ സാറിന് തോന്നുന്നത് ഏതൊക്കെ മേഖലകളെങ്കിലും കുറച്ചുകൂടെ നമ്മുടെ ഇടയിൽ നന്നാക്കണം? ഇപ്പൊ വിദ്യാഭ്യാസം ആകാം, അല്ലെങ്കിൽ സാറിന് എന്താണ് തോന്നുന്നത് നമ്മുടെ ഇടയിൽ ഏത് മേഖലയായിരിക്കണം കുറച്ചുകൂടെ? നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഒരു വീട്ടിൽ വരുന്ന എത്ര ആളുകളാണ്? പഠനം തുടരാൻ പറ്റാത്ത ആളുകൾ, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത ആളുകൾ, കുട്ടികളെ വിവാഹം കഴിച്ച് വിടാനായിട്ട് വിഷമിക്കുന്ന രക്ഷകർത്താക്കൾ, ബാങ്ക് ലോൺ അടയ്ക്കാത്തതുകൊണ്ട് ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുള്ള ആളുകൾ,
ഇങ്ങനെ സമൂഹത്തിലെ പല വിധത്തിലുള്ള ദുഃഖത്തിൻ്റെ കെട്ടുമായിട്ട് ആളുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വലിയ പ്രയാസം, കാരണം എന്നെക്കൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ പറ്റുമോ? ഞാനത് കേട്ടിരിക്കുക, അവരെ സ്വാതന്ത്ര്യപ്പെടുത്തി വിടുക എന്നുള്ളതല്ലാതെ അവർ പറയുന്ന ഓരോ കാര്യത്തിനും പരിഹാരം തേടാൻ പറ്റാത്ത വിധത്തിലുള്ള അമാനുഷനല്ലല്ലോ ഞാനും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ വരണം എന്നാണ് മാവേലി തമ്പുരാൻ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങോട്ട് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ വികാരം. അത് നമുക്ക് ഒരു പരിധി വരെ മറികടക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ സാറേ? അതെ, സാധിക്കുക എന്ന് പറഞ്ഞാൽ പലതും പല രൂപത്തിലല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു കുടിൽ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, അതോടെ തട്ടിക്കൊണ്ട് പോയി ജപ്തി ചെയ്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെവിടെ പോകും? അപ്പോൾ അങ്ങനെ ഒരു അനുഭവമല്ല, എൻ്റെ മുമ്പിൽ ഒട്ടനവധി അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ചില സന്ദർഭത്തിൽ നമുക്ക് പോലും ഒരു എത്തിപ്പിടി കിട്ടുകയാണ്. സാർ എപ്പോഴും ചോദ്യം, ഇപ്പം ഇന്നത്തെ യുവതലമുറ എത്രത്തോളം രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ പറ്റി എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. എന്നാൽ പോലും ഒരു പുതിയ തലമുറയിലെ ഒരാൾ ഈ രാഷ്ട്രീയ മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, പൊതുപ്രവർത്തനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സാറിന് എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? ഇല്ല, അവർ യഥാർത്ഥത്തിൽ ഡെക്കറേറ്റീവായിട്ടുള്ള വശം മാത്രം കണ്ടുവരരുത്. പൊതുപ്രവർത്തനത്തിൽ കൊണ്ട് വരുമ്പോൾ അവർക്ക് കുറേ പബ്ലിസിറ്റി കിട്ടും, അവരെ സമൂഹം ആദരിക്കും, ആ ഒരു റെസ്പെക്റ്റബിലിറ്റി അവരുടെ ഒരു ഡെപ്പോസിറ്റായിട്ട് നിൽക്കും. ഏത് പാർട്ടിയാണെങ്കിലും, ഏത് പാർട്ടിയാണ്. ഈ പാർട്ടി പലതാണെന്നേ ഉള്ളൂ, നേരിടുന്ന പ്രശ്നം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രീം ലെഫ്റ്റ് ആകട്ടെ, എക്സ്ട്രീം റൈറ്റ് ആകട്ടെ, മിഡിൽ ലൈൻ എടുക്കുന്ന പാർട്ടികളാകട്ടെ, ആ പാർട്ടിക്കകത്തെ പാർട്ടി പ്രവർത്തകൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നുപോലെ തന്നെയാണ്. അതിൽ പലതും പാർട്ടിക്ക് പുറത്തുനിന്നല്ല, സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് തന്നെയാണ്. മനസ്സിലായി. ഈ സാർ ഈ ഇതര പാർട്ടികളെ, സാറിൻ്റെ ഒരു സമീപന രീതി എങ്ങനെയാണ്? എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് വളരാൻ തീർച്ചയായിട്ടും നമുക്ക് നിർദ്ദേശങ്ങളും നമുക്ക് വിമർശനങ്ങളും വരണമെന്നുള്ളതാണല്ലോ. മഹാബലി തമ്പുരാന്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ആൻറ്റി? അപ്പം അതിനെങ്ങനെ സാർ ഉൾക്കൊള്ളുന്നത്? അവരുടെ വിമർശനങ്ങളെയും അവരുടെ നമ്മളോട് ഉന്നയിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ. അല്ല, വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വിമർശനമുണ്ട്, അത് ബെസ്റ്റ് അല്ലേ? അതെ, ഞാൻ പറയാം, പോസിറ്റീവ് വിമർശനമാണെന്നവരിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ശരി 10 പറഞ്ഞേ അടങ്ങും എന്ന് നെഗറ്റീവ്സ് എടുക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ പറഞ്ഞാലും നന്നാക്കിയാലും ഒന്നും നന്നാവത്തൊന്നുമില്ല, കാരണം അവൻ്റെ മനസ്സിലിരിപ്പതാണ്. അപ്പോൾ പോസിറ്റീവായ വിമർശനം വളരെ നന്നാണ്. നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കല്ലേ. ഏത് കാര്യം നമ്മൾ എടുക്കുമ്പോഴൊരു അതർമാൻസ് പോയിൻ്റില്ലേ. നമ്മളിവിടെ നിന്ന് വർത്തമാനം പറയുന്നു, അത് കേൾക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഒരു റിയാക്ഷനില്ലേ, അത് മൂന്നാമത്തെ ഒരാളുടെ അതർമാൻസ് പോയിൻ്റാണ്. ആ അതർമാൻസ് പോയിൻ്റ് കൂടി മനസ്സിലാക്കാതെ ഒരു പൊതുപ്രവർത്തകന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറ് 91 MLA ആയിരുന്നപ്പം കരുണാകരൻ സാറായിരുന്നു മുഖ്യമന്ത്രി അല്ലേ? 91 കരുണാകരൻ സാറ്, EK നയനാർ, AK ആന്റണി, ഉമ്മൻചാണ്ടി സാറ്, അത് VS അച്യുതാനന്ദൻ, പിന്നെ ഉമ്മൻചാണ്ടി സാറ്, പിണറായി വിജയൻ സാറ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്ത, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ള മുഖ്യമന്ത്രി, ഇഷ്ടം അല്ലെ ഈ ഓരോരുത്തരെ കുറിച്ച് ഒന്ന് പറഞ്ഞാലും ഒത്തിരി സന്തോഷം. അവരെ പറ്റിയുള്ള പലതും പല രൂപത്തേക്കാ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് ഉമ്മൻചാണ്ടി. ശ്രീ കരുണാകരനാണെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തും ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന് അതിനകത്തൊരു ലിമിറ്റൊന്നുമില്ല, എന്തും ചെയ്തു കൊടുക്കും. ഉമ്മൻചാണ്ടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്ന ഒരു സാധുവിൻ്റെ ഇഷ്യൂ എങ്ങനെയും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കും. നായനാരാണെങ്കിൽ രസികനായ നല്ലൊരു നേതാവെന്നോ വഴികാട്ടിയെന്നോ എപ്പോഴും നമുക്കത് ഒരു മനസ്സിൻ്റെ ആഹ്ലാദം ഉണ്ടാകുന്ന ശുദ്ധഹൃദയനായ ഭരണാധികാരിയായിട്ട് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ ഇവർ വളർന്നു വരുന്ന പാർട്ടിയുടെ പ്രത്യേകതയുണ്ട്. ആ പാർട്ടി ഒരു കാർക്കശ്യമുള്ള പാർട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ കൂടി കുറച്ച് കാർക്കശ്യമുണ്ടാകും. ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നില്ലേ? ആ പാർട്ടി അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ചിട്ടപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ കുറേ കാർക്കശ്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ടാകും. ആ കാർക്കശ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഹൃദയം ഏത് രൂപത്തിൽ നിന്നാലും ശരി ഈ കാർക്കശ്യത്തിൻ്റെ ഒരു ദൃഷ്ടി അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടാകും. അത് സ്വാഭാവിക വളർന്നു വരുന്ന പാർട്ടിയുടെ പ്രത്യേകത അനുസരിച്ചാണ്. കോൺഗ്രസ് അതില്ല, കുറച്ചുകൂടെ ലിബറലാണ്. അതിത്തിരി നേരെ വെട്ടി തുറന്ന് ആരോടും പറയാം. 2 അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പത്രക്കാരോട് തന്നെ പറയാം.
അതൊന്നും ചോദിക്കാൻ കാര്യമായിട്ട് ആളുകളില്ലാത്ത ഒരു ജനാധിപത്യ സ്വഭാവമാണ്. അപ്പം ഇവരെ എല്ലാവരും കൂടി ഒരേ അളവുകോൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റിയല്ല. VS എങ്ങനെയാണ് സാർ? VS എങ്ങനെ? VS വളരെ ശാഠ്യക്കാരെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. എനിക്ക് പക്ഷേ VS ഒരു ഹൃദയശുദ്ധിയുള്ള ഒരാളായിട്ടാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. VS ഉള്ളത് ഒരു മാസ് ഒരു പുള്ളറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളുടെ അതുപോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. എൻവയറമെൻ്റൽ ഇഷ്യൂ അദ്ദേഹം റേസ് ചെയ്ത എൻവയറമെൻ്റൽ ഇഷ്യൂസ് എത്രയാണ്, അത് സമൂഹത്തിനും ഗുണമായി ഗവൺമെൻറ്റിനും ഗുണമായി. അതെല്ലാം പുള്ളി ഉയർത്തിക്കൊണ്ട് വന്നതല്ലേ. AK ആന്റണി സാറ്? AK ആന്റണി ഒരു ആദർശശുദ്ധിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് എൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം എന്തിങ്ങോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹത്തോട് നമുക്ക് ഒരിക്കലും മതിപ്പ് പറയാനിടയാവില്ല. കാരണം ആരെ അദ്ദേഹം ഉപദ്രവിക്കാറില്ല. അദ്ദേഹം അതേസമയം സൊസൈറ്റിക്ക് വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. സൊസൈറ്റി ആസ് എ ഹോൾ. ഇപ്പം നിങ്ങൾക്ക് തൊഴിലില്ലായ്മ വേതനം AK ആന്റണിയല്ല നടപ്പാക്കിയത്. പുതിയ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ അദ്ദേഹമല്ല കൊണ്ടുവന്നത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വ്യക്തികളെക്കാൾ കൂടുതൽ സമൂഹത്തെ കാണുന്ന ആളാണ്. അങ്ങനെ ഒരു ഭരണാധികാരിയാണ്. വ്യക്തികളെക്കാൾ കൂടുതൽ അദ്ദേഹം സമൂഹത്തെ ഒന്നായി ഒരു യൂണിറ്റായിട്ട് കാണുക. ആ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അധികാരം വിനിയോഗിക്കുകയാണ്. ഉമ്മൻചാണ്ടി നേരെ തിരിച്ച് സമൂഹം മൊത്തം വരുന്ന വ്യക്തികളെല്ലാം കൂടി ചേരുന്നതാണ് സമൂഹം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി എത്ര ലക്ഷം ആളുകളാണ്. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ ഒരേ നിപ്പലിൽ നിന്നത്. അത് വ്യക്തിപരമായി അവരുടെ അപേക്ഷകൾ നോക്കുന്നതിന് വേണ്ടിയാണ്. അത് മറ്റു പല ആളുകൾക്കും പറ്റിയിരിക്കുകയില്ല. പക്ഷേ മറ്റു പല ആളുകൾ ചെയ്യുന്നത് അതിനേക്കാൾ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ഉമ്മൻചാണ്ടിക്കുണ്ടായി ധരിക്കാം. സാർ, അപ്പം അവരുടെ എല്ലാം പോസിറ്റീവ്സ് എടുത്തു വേണം. ഇപ്പം നമ്മുടെ VD സതീശൻ സാർ അല്ലേ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം അങ്ങനെ വേണം. സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം? അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെ ആയിരിക്കണം? അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ട്, എന്നാൽ പോലും സാറിൻ്റെതായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇതിൻ്റെ സൽഗുണങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നൊരു മുഖ്യമന്ത്രി ആയിരിക്കണം നമുക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ പറഞ്ഞതിനകത്ത് ശ്രീ K കരുണാകരൻ്റെ പോലെയുള്ള വളരെ അടുത്ത ആളുകൾക്ക് നന്നായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്ന വ്യക്തി, സംശുദ്ധമായി, ഇവരെല്ലാം സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമുള്ള ആളുകളാണ്. അവരൊന്നും ചീത്തയായ വഴിയിലൂടെ പോയിട്ടില്ല. AK ആന്റണി ഒരു സൊസൈറ്റിയെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഉമ്മൻചാണ്ടി വ്യക്തിപരമായ കാര്യങ്ങൾക്കകത്ത് ശ്രദ്ധ അദ്ദേഹത്തിൻ്റെതല്ല, സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസ് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾ. EK നായനാർ ഒരു മാസിനെ ഇളക്കി മറിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ. നായനാരൊരു കല്യാണ പന്തലിലോട്ട് വന്നാൽ എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ പേര് പറഞ്ഞ് ബഹുമാനത്തോടു കൂടിയൊക്കെ ഉടനെ അദ്ദേഹത്തിൻ്റെ സാധാരണ ശരാശരിയിലൊരു ചോദ്യം, എന്താണോ താൻ ഇവിടെ എത്തിയോ? അദ്ദേഹം അപ്പോൾ ആളുകളെ ഇളക്കുക അദ്ദേഹം. അതിൻ്റെ മെസ്മറിസം ശ്രീ നായനാർക്കേ ഉള്ളൂ. അത് വേറൊരാൾ ആവർത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? വഷളായിരിക്കും. ശ്രീ നായനാർ അങ്ങനെയാണ്. എനിക്ക് ശ്രീ നായനാരുടെ ഈ സ്വഭാവം രൂപീകരിക്കുന്ന കാര്യത്തിൽ ശാരദ ടീച്ചറിന് വലിയ പങ്കുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് ടീച്ചറിനോട് വലിയ മതിപ്പുള്ള ഒരാളാണ്. ശാരദ ടീച്ചറിന് നല്ല പങ്കാളിത്തമുണ്ട്. അപ്പം ഇവരെല്ലാം ഓരോ രംഗത്ത് വളരെ പ്രഗത്ഭന്മാരല്ലേ. സാർ ഇങ്ങനെ ചിരിച്ചും ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിൽ ആന്റിക്ക് വലിയൊരു പങ്കാളിത്തം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ? വലിയ പങ്കാളിത്തം ഇല്ല. ഈ സാറിന്റെ ഈ പൊതുവെ എങ്ങനെയാണ് പുസ്തകങ്ങൾ, അത് സാറിന്റെ ഒരു ഒഴിവ് സമയം സാർ നികത്തുന്നത് എങ്ങനെയാണ്? ഒഴിവ് സമയം ഇല്ലല്ലോ. അല്ല, അന്നാലും വായിക്കുമായിരുന്നു. ഈ സിനിമയൊക്കെ കാണുമായിരുന്നു. ഇപ്പം ഞങ്ങൾ റിലീസ് ചെയ്യുന്നതിന്റെ അന്ന് കല്യാണ സമയത്തൊക്കെ പോയി കാണും. ആദ്യം കണ്ട സിനിമ ഏതായിരിക്കും? സാറിനോട് ചോദിക്കാം. ആന്റി പറയുന്നത് ഓർമ്മയുണ്ടോ സാറിന്? അതൊന്നുമല്ല, ഏത് സിനിമ വെള്ളിയാഴ്ചയാണല്ലോ സിനിമ റിലീസ് ചെയ്യുന്നത്, റിലീസിംഗ് ഡേറ്റ്. ആ റിലീസിംഗ് ഡേറ്റിൽ വെള്ളിയാഴ്ച സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ പോയിരിക്കുമായിരുന്നു. അതേ പഴയ കേസാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ടടുത്തല്ലേ തിയേറ്റർ. അപ്പോൾ ആ റിലീസിംഗ് ഡേറ്റ് സെക്കൻഡ് ഷോ, ഫസ്റ്റ് ഷോയ്ക്ക് പോകാൻ പറ്റുകയില്ല, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു നേരമാവും. പിന്നെ സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ പോയി. അങ്ങനെ കുമരൻ ശങ്കരമേനോൻ, അതെ, കുമരൻ ശങ്കരമേനോനും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരിതേ
അജണ്ടയുള്ള ആളുകളാണ്. മിക്കവാറും ഈ റിലീസിംഗ് ഡേറ്റിൽ അവർ റിലീസിങ് ഡേറ്റിൽ ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഫാമിലി അത്. അദ്ദേഹം ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും. സാറിന്റെ ആസ്വാദന മേഖല സിനിമയാണോ സംഗീതമാണോ, ഏതായിരുന്നു സാറിന് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് സിനിമ വലിയ ഇഷ്ടമാണ്. സംഗീതം മോശമായിട്ടല്ല, പക്ഷെ സിനിമയോട് നമുക്ക് കൂടുതലൊരു അഫിനിറ്റി വരും. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനോ നടിയോ ആരായിരിക്കും? അതൊക്കെ ഇവരെല്ലാം നമുക്ക് നല്ല ഇഷ്ടമുള്ള ആളുകളാണ്. വ്യക്തിപരമായിട്ടാണെന്ന് വരിക എനിക്ക് ഇവരോട് എല്ലാം നല്ല അടുപ്പമാണ്. നമ്മളുടെ മോഹൻലാൽ നമ്മൾ എത്രയോ അടുപ്പമുള്ളതാണ്. മമ്മൂട്ടിക്ക നമുക്ക് എത്രയോ അടുപ്പമുള്ളതാണ്. ജനാർദ്ദനൻ എന്താ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ആദ്യകാലത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ മധുവിൻ്റെ പടം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ പേരില്ലേ. അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. ഞാൻ ഈ മുന്നണിയിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചല്ല, സിനിമാ നടന്മാർ. സത്യം പറഞ്ഞാൽ നെടുമുടി വേണുവും ഞങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിയനിൽ ഒരുമിച്ചുണ്ടായിരുന്ന, മല്ലിക ഞങ്ങളുടെ കൂടെ യൂണിവേഴ്സിറ്റി യൂണിയനിലുണ്ടായിരുന്ന, ഫാസിൽ യൂണിവേഴ്സിറ്റി യൂണിയനിലുണ്ടായിരുന്ന, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവരെല്ലാം രാമചന്ദ്രൻ യൂണിവേഴ്സിറ്റി യൂണിയനിലുണ്ടായിരുന്ന, MG രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്മജ, ഇതെല്ലാം ഞങ്ങളുടെ പഠനകാലത്തെ നല്ല ക്ലോസ് ഫ്രണ്ട്സായിരുന്നു. എല്ലാം വളരെ മിടുക്കന്മാരല്ലേ. അതാണ് സിനിമയോട് ഇത്രയധികം സാറിനൊരു അഭിനിവേശം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫ്രണ്ട് സർക്കിളും കൊണ്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഓണമായിട്ട് ഇപ്പോഴും മറക്കാത്തൊരു സിനിമയുണ്ട്. സത്യം പറഞ്ഞാൽ സ്ഥലത്തെ പയ്യൻസ്, പ്രധാന പയ്യൻസ് മറക്കാൻ പറ്റുമോ? ഒരു കേസുകാരുടെ പള്ളിൻ്റെ ഒരു കതർ ഷർട്ടും ഒക്കെ ഇട്ട് അവര് പിരിപിരിപ്പിരിപ്പിരിപ്പിരിങ്ങനെ പോകുന്ന ആ ക്യാരക്ടറിനെ നമ്മളെങ്ങനെ മറക്കും? തീർച്ചയായിട്ടും സാർ. സാർ ഇപ്പം 6 പതിറ്റാണ്ട് കഴിഞ്ഞല്ലേ സാറ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക്? ആദ്യം 1967 അതോ 60 സാർ ആദ്യമായിട്ട് KSUവിൻ്റെ ഭാരവാഹിത്വം നേടുന്നത്? KSUവിൻ്റെ 73 ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാണ്. 74 KSU പ്രസിഡൻ്റാണ്. 78 വരെ ഞാൻ KSU പ്രസിഡൻ്റായിട്ട് തുടർന്നു. പിന്നെ അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ്സായി, പിന്നീട് കോൺഗ്രസ്സായി. അങ്ങനെ. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ആൻറ്റി? ഒരു ചോദ്യം ഒന്നുമില്ല. അത്തം തൊട്ട് തിരുവോണം വരെ 10 ദിവസം ഒന്ന് കാണാൻ പറയാൻ പറ്റും? സാറിന് ഹെൽപ്പ് ചെയ്യാം, ഞാനും ഹെൽപ്പ് ചെയ്യാം. അത്തം, ചിത്ര, ചോദ്യം, വിശാഖം, അനിഴം, കേട്ട, മൂലം, പുരാടം, ഉത്രാടം, തിരുവോണം. ഇത്രയേ ഉള്ളൂ. എന്തായാലും എന്നോട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പാട്ടൊന്നും പാടില്ല ജീവേഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു ഇത് കൊടുക്കണമല്ലോ സാർ. സാറ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമോ? സാറ് നോക്കുന്ന ആളാണോ? വല്ലപ്പോഴും. സാർ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ സൊസൈറ്റിയിലെ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ ബെസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വിനിയോഗിക്കുന്ന എവിടെയാണ്? ഒരാളിനെ സെൽഫ് പ്രൊമോഷനും വേറെ ആളിനെ നശിപ്പിക്കാനും. ഒരേ ആയുധം തന്നെയാണ് അത്. ഒരാളിൻ്റെ സെൽഫ് പ്രൊമോഷൻ അതാണത്. അത് യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നുള്ള അവർക്കേ അറിയത്തുള്ളൂ. 2 ഇഷ്ടമില്ലാത്തവനെ നിഗ്രഹിക്കുക, ഈ 2 ചെയ്യുക, അത് 2 എക്സസീവ് ആക്ഷനാണെന്നുള്ളത് എൻ്റെ പക്ഷം. യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. സത്യസന്ധമായിട്ടുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വിട്ടല്ലോ, റീൽസ് അല്ലേ. നമ്മൾ റീൽസ് അയച്ച് നമ്മൾ തന്നെ ശരിയാക്കുന്നു, നമ്മൾ തന്നെ അത് അയക്കുന്നു, നമ്മൾ തന്നെ കാണുന്നു, നമ്മൾ തന്നെ ആഹ്ലാദിക്കുന്നു. അപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങി കറങ്ങി അവനിൽ തന്നെ അവസാനിക്കുന്ന രൂപത്തിലോട്ട് അതെത്തുകയാണ്. അപ്പോൾ അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറയാനില്ലല്ലോ സാർ. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇപ്പം തുടങ്ങി വെച്ച അനേകം പദ്ധതികളുണ്ട്. പ്രിയദർശിനി പദ്ധതി, ഓപ്പറേഷൻ തൂഫാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പദ്ധതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്യാൻ ഇതെല്ലാം ഒത്തിരി അധികം, പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ഇതെല്ലാം ഒത്തിരിയും സഹായിക്കില്ലേ? സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഓപ്പറേഷൻ തൂഫാൻ വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിലെ ചെറുപ്പക്കാർ അവർ നമ്മുടെ സമ്പത്തും സ്വത്തുമായിട്ട് നിൽക്കണമെന്നൊരിക്കൽ അവർ സ്വബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. ഏത് പ്രേരണയുണ്ടായാലും ശരി, എത്രയധികം ബാഹ്യ സമ്മർദ്ദം ഉണ്ടായാലും അവൻ്റെ ബുദ്ധിയും അവൻ്റെ സ്വതന്ത്ര ചിന്തയും പണയപ്പെടുത്തുന്ന ഒരു നടപടി പോകുന്ന ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് കേരളത്തിൻ്റെ ഭാവിക്ക് വളരെ ആവശ്യമാണ് എന്നുള്ള പ്രകാരം മഹാബലിക്ക് വളരെ സന്തോഷമാവും. ഉറപ്പായിട്ടും. അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് സാറിന് ഓണത്തിൻ്റെതായിട്ട് എന്താണ് പറയുവാനുള്ളത്? സന്ദേശം എന്താണ് പറയുന്നത്? ഒരു പാട്ട് പാടിയാലും എനിക്ക് കുഴപ്പമില്ല. ആളുകല്ല സാർ എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകരോട്? വേറൊന്നുമല്ല,
നമ്മളാ ഓണക്കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ചിന്തയുണ്ടല്ലോ, തിരുവോണം നാൾ മലയാളി ഒരുമിച്ചാണ്, ആഹ്ലാദത്തിനാണ്. തിരുവാതിരകളി, വഞ്ചിപ്പാട്ട്, മറ്റ് കളികൾ എല്ലാതെ അതവരുടെ മനസ്സിൻ്റെ ഒരു ബഹിസ്ഫുരണം. ആ ഒരു ചിന്ത നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കാലവും നിൽക്കാൻ പറ്റിയാൽ ഈ സൊസൈറ്റി എത്ര വലുതാവും. വെൽഫെയർ സൊസൈറ്റി എന്നല്ലേ നമ്മുടെ തിങ്കിങ്. കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഫോർ എ വെൽഫെയർ സ്റ്റേറ്റാണ്. ആ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, വന്നു കഴിയുമ്പോൾ കുടുംബത്തിലെ അവരെയാണ് കേന്ദ്രബിന്ദുവാക്കി എടുക്കുന്നത്. ആ ചിന്ത നമുക്ക് സൊസൈറ്റിയിൽ ഒരുമിപ്പിച്ച് വന്നാൽ അതാണ് കള്ളമില്ലാത്ത, ചതിയില്ലാത്ത, പൊളിവചനങ്ങളില്ലാത്ത ഒരു കാലം. പൊളിവചനം ഇല്ല എന്ന് പറയുന്നത് ഈ ആ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പൊളിവചനങ്ങളില്ലാത്ത ഒരു കാലം, ആ കാലം നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതെല്ലാം നല്ല കാര്യത്തിന് ഉപയോഗിക്കും അല്ലേ സാറേ? അങ്ങനെയാണ് വേണ്ടത്. ആന്റിക്ക് എന്താ പറയാനുള്ളത്? സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക, കുറയ്ക്കാനോ? തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടി, നല്ലതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യട്ടെ. ഓക്കെ. സാറിന് സ്പീക്കർ പദവിയിലിരുന്ന് ഇനിയും ഏറെ നമ്മുടെ കേരളത്തിന്റെ നിയമനിർമ്മാണത്തെയും നമ്മുടെ നീതി നിർവഹണത്തിനും ഒക്കെ സാറിന് ഒത്തിരി അത് ചെയ്യുവാൻ സാധിക്കട്ടെ. മാത്രമല്ല ഈ കോട്ടയത്തുകാരെ ഇപ്പം കോട്ടയത്തുമായിട്ടുള്ളൊരു ബന്ധം കൂടെ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാതിരിക്കാം. അല്ലെ കോട്ടയത്തുകാരനോട് പറയാം, നീ കോട്ടയത്ത് വന്നിട്ട് സാറും കോട്ടയമായിട്ടുള്ള ബന്ധം ചുരുക്കി പറഞ്ഞ എങ്ങനെ പറയാം? സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സും എല്ലാം കോട്ടയം ചിന്തയാണ്. ഞാൻ ഞാൻ MT സെമിനാരി സ്കൂളിലാണ് ഹൈസ്കൂളിൽ പഠിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ പ്രൈമറി സ്കൂള് തിരുവഞ്ചൂരാണ്. ഹൈസ്കൂളിലെത്തിയപ്പോൾ MT സെമിനാരിയാണ്. പ്രീ ഡിഗ്രി മുതൽ ഞാൻ ബസേലിയസ് കോളേജാണ്. ഞാൻ പിന്നീട് ഇവിടെ നിയമവിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമേ പുറത്ത് പോകേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മെൻ്റൽ മേക്കപ്പ് തന്നെ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്കതുകൊണ്ടൊരു ഗുണം കിട്ടി. ഈ പ്രദേശത്തുള്ള അക്ഷരാഭ്യാസമുള്ള ആളുകളുമൊക്കെ ആയിട്ട് ഒരു രൂപത്തിൽ വേറൊരു രൂപത്തിൽ എനിക്ക് നല്ല കണക്ഷൻസായി കുടുംബങ്ങളുമായിട്ട്. ആ കുടുംബങ്ങളുമായിട്ട് ഒന്നുകിൽ എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ സീനിയറായി പഠിച്ചവർ, എന്നെ സഹോദരനെ പോലെ കണ്ടിട്ടുള്ള ആളുകൾ, വളരെ അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ചിന്ത. അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും വലിയ ഗുണം, നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ അതിൻ്റെ 1000 മടങ്ങ് ഇഷ്ടപ്പെട്ടുന്ന നല്ല ജനങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ ഗിവ് ആൻഡ് ടേക്കാണ്. നമ്മളിത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്കത് തന്നെ റിയാക്ട് ചെയ്ത് കിട്ടും. ആ മണ്ണിൻ്റെ ഗുണം വലിയ വലുതാണ്. ഇപ്പം കോട്ടയത്തുകാരുടെ സ്വകാര്യ അഭിമാനമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലളിതാംബിക ആൻറ്റിയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഓണത്തിന് ലഭിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു ഓണ വിശേഷം ഇവിടെ നമുക്ക് നിർത്താം എന്നുള്ളതല്ല, തുടരാം. പക്ഷെ ഇപ്പോഴത്തേക്ക് നിർത്താം അല്ലേ സാറേ? അപ്പൊ എന്തായാലും ഹൃദയം നിറഞ്ഞ തിരുവോണ ഓണാശംസകൾ സാറിന് നേരുന്നു. താങ്ക് യു സാർ. ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും. താങ്ക് യു സാർ. ടീം കേരള മോദിക്ക് താങ്ക് യു സാർ.